أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉലമാക്കളെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, ജംഉൽ ജവാമിയുടെ 67ാമത്തെ ക്ലാസ്. മസ്അലത്തുൻ, ഇതൊരു മസ്അലയാണ്. ഖാല അബൂബക്കർ റാസി മിനൽ ഹനഫിയ്യ, ഹനഫിക്കാരിൽപ്പെട്ട അബൂബക്കർ റാസി തങ്ങൾ പറയുന്നു. വശൈഖു അബൂ ഇസ്ഹാഖ് സിറാസി മിനൽ ശാഫിഇയ്യ, ഷാഫിയ്യയിൽപ്പെട്ട ഷെയ്ഖ് അബൂ ഇസ്ഹാഖ് സിറാസിയും പറയുന്നു. അബ്ദുൽ ജബ്ബാർ മിനൽ മുഅ്തസിലത്തി, മുഅ്തസിലത്തിൽപ്പെട്ട അബ്ദുൽ ജബ്ബാറും പറയുന്നു. അപ്പോൾ ഒരു പുത്തനാശയക്കാരും 2 സുന്നി നേതാക്കന്മാരും. ഇവർ 3 പേരുടെയും അഭിപ്രായം അൽ അംറു ബിശൈഇൻ മുഅഖത്തിൻ, ഒരു വഖത്ത്, ഒരു സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു കാര്യം, അങ്ങനെ നിശ്ചയിക്കപ്പെട്ടത് ഇന്ന വക്തിന് ചെയ്യണമെന്നാണ്. അങ്ങനെ ഒരു വസ്തു കൊണ്ടുള്ള അമ്ര് യസ്തൽസിമു, ആ അമ്ര് ലാജിമാക്കുന്നു, ലാജിമിനെ തേടുന്നുണ്ടല്ലോ. എന്തിന്? അൽ ഖളാഅ ലഹു, ഖളാഇനെ. അപ്പൊ ഖളാ വീട്ടണം എന്ന് ലാജിമാക്കുന്നുണ്ട് അമ്ര് ലഹു. ഇദാലം യുഫ്അൽ ഫീ വഖ്തിഹി, ആ അമ്ര് കൊണ്ട് കൽപ്പിക്കപ്പെട്ട മത്ലൂബായ മുഅഖത്തായ വസ്തു അതിൻ്റെതായ സമയത്ത് അതിനെ ചെയ്തിട്ടില്ല എങ്കിൽ ആ ഖളാഇനെ എന്താക്കുന്നുണ്ട്? ആ അംറ് ഇസ്തിൽസാം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യണം ഇന്ന സമയത്തെന്ന് ഒരു കാര്യം പറഞ്ഞാൽ അത് അംറാണ്. ആ അംറിലുള്ളത് അതിനാൽ ലാജിമായി വരിക. ആ സമയത്ത് ആ കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അതിനെ ഖളാ വീട്ടണമെന്ന് ആ അംറിൽ ലാജിമായിട്ട് വരുന്നുണ്ട്. കാരണം ലിഷ്ആരിൽ അംരി, അംറ് അറിയിച്ചതിന് വേണ്ടി ബി ത്വലബി ഇസ്തിദ്റാക്കിഹി, അതിനെ ഇസ്തിദ്റാക്ക് ചെയ്യണം എന്നൊരു തേട്ടം അവിടെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു തേട്ടം കൊണ്ട് അംറ് അറിയിച്ചു. അപ്പൊ ലിഷ്ആരിൽ അംരി, അംറ് അറിയിച്ചതിന് വേണ്ടി ബി ത്വലബിൻ ഇസ്തിദ്റാക്കി, ആ അംറില് ഒരു ഇസ്തിദ്റാക്ക് ഉണ്ടാവും, ഇന്നത് ഒഴിവാക്കാതെ വരില്ലേ. ആ ഇസ്തിദ്റാക്കിനെ തേടുന്നു എന്നതുകൊണ്ട് ഇവിടെ അംറ് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഖളാഇനത് ലാസിമാക്കുന്നത്. എന്തുകൊണ്ട്? അന്നൽ ഖസ്ദ മിന്നു, ആ അംറ് കൊണ്ടുള്ള കരുത്തെന്താ? അൽ ഫീലു, പ്രവൃത്തിയാണല്ലോ. അപ്പൊ അത് ചെയ്യണം എന്നതാണ് അംറാനുള്ള കരുത്ത് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇസ്തിദ്റാക്കിനെ തേടുന്നുണ്ട്. ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഖളാഇനെ തേടുന്നു എന്നല്ലേ അംറോണ്ട് വരിക. ഇതാണ് ഇവര് 3 പേരും പറയുക. അപ്പൊ ചുരുക്കത്തിൽ ഒരു കാര്യം ഇന്ന ടൈമിൽ ചെയ്യണം എന്നുള്ള അംറ് വരുമ്പോ ആ അംറ് തേടുന്നത് അവിടെ ലാജിമായി വരുന്ന തേട്ടാണുള്ളത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഖളാ വിട്ടണം എന്നാണ്. അക്സറും പറയുന്നത് ഇവർക്കെതിരായിട്ട് അൽ ഖളാഉ, ഇവിടെ ഉള്ള അംറ് ഖളാഇനെ ലാജിമിനെ തോടുമെന്ന് പറഞ്ഞ ശരിയല്ല. ഖളാ എന്നുള്ളതിന് ഈ അംറിൻ ജദീദിൻ, ഇവിടെ ഈ കാര്യം ചെയ്യണം എന്നതിന് അംറില്ലേ, അതുപോലെ പുതിയൊരു അംറ് വരണം ഖളാ വിട്ടണം എന്നുള്ളതിന്, അല്ലാതെ ലാജിമായിട്ട് വരുന്ന ഒന്നല്ല. ഏതുപോലെ കൽ അംരി ബി ഹദീസ് സ്വഹീഹൈനി, ബുഖാരി മുസ്ലിമിൽ ഹദീസ് ഉണ്ട്. ആ ഹദീസിലുള്ള അംറ് പോലെ. എന്താണ് ഇപ്പൊ ഹദീസിലുള്ള അംറ്? മൻ നസിയ സ്വലാത്ത ഫൽയുസല്ലിഹ ഇദാ ദക്കറഹ എന്നുണ്ട്. ഒരാൾ നിസ്കരിക്കാൻ മറന്നാൽ ഇനി എന്ത് ചെയ്യണം അവനാ? നിസ്കരിക്കണം ആ നിസ്കാരത്തെ, ഇദാ ദക്കറഹ, ആ നിസ്കാരം അവൻ ഓർത്താൽ എന്ന് കാണാം. അപ്പോ ഇവിടെ ആദ്യം പറഞ്ഞ നിസ്യാന്റെ വിധിയാണ്. ആ നിസ്യാന്റെ വിധിയുടെ മേലിലാണ് നമ്മൾ ആദ്യം പറഞ്ഞത്.
ഇനി വേറൊരു ഹദീസ് കാണാം. ഒഫി ഹദീസ് മുസ്ലിമിൻ, മുസ്ലിം റളിയല്ലാഹുവിന്റെ ഹദീസില് ഇദാ റഖദ അഹദുക്കും അനിസ് സ്വലാത്തി ഔ ഗഫല അൻഹാ ഫൽയുസല്ലിഹ ഇദാ ദക്കറഹ എന്നും കാണാം. നമസ്കാരത്തെ തൊട്ട് ഒരാൾ ഉറങ്ങിപ്പോയി, നിങ്ങൾ ഒരാൾ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രദ്ധയില്ല, അശ്രദ്ധവാനായി വന്നാൽ ഇനി എന്ത് ചെയ്യാം? നിസ്കാരം രണ്ടായാലും ആ ടൈമിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ എന്ത് ചെയ്യണം? ആ നിസ്കാരം അവൻ നിസ്കരിക്കട്ടെ, ആ നിസ്കാരം അവന് ഓർമ്മ വന്നാൽ നിസ്കരിക്കട്ടെ. അപ്പൊ ആദ്യത്തെ ഹദീസിലുള്ളത് നിസ്യാന്റെ നിസ്യാൻ എന്ന ഹുക്മിന്റെ മേൽ അറിയിക്കുന്നു. രണ്ടാമത്തത് റക്കാദു ഓഫനത്ത് എന്ന് പറയുന്നതിന്റെ വിധിയുടെ മേലും അറിയിക്കുന്നു. എന്നാൽ ഈ ഓഫനത്ത് നോക്കുമ്പോൾ എന്താകും? നിസ്യാനേക്കാൾ അഹമ്മാണ്. അപ്പൊ ഇവിടെ കരുതി കൂട്ടി ഉപേക്ഷിക്കുക എന്നുള്ള വിധി അവശേഷിക്കുന്നുമുണ്ട്. അത് മനസ്സിലാക്കിയെടുക്കൽ എന്താകും? നമുക്ക് ഖിയാസ് കൊണ്ട് വെച്ചിട്ടെടുക്കാം. അപ്പൊ ഇവിടെ എന്ത് മനസ്സിലായെന്നറിയോ? വൽ ഖസ്ദു മിനൽ അംരി അൽ അവ്വലി, ബുഖാരിയുടെ ഹദീസിൽ പറഞ്ഞ രണ്ടാളും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, ആ ഹദീസിൽ മൻ നസിയ സ്വലാത്ത ഫൽ യുസല്ലിഹ ഇദാ ദക്കറ എന്ന് പറഞ്ഞു കൊടുത്ത് ആദ്യത്തെ അംറുണ്ട്. ആ അംറിലുള്ള കരുത്ത് അൽ ഫഇലു ഫിൽ വഖ്തി, അത് ആ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ്. ലാ മുത്തലഖൻ, മുത്തലഖ് ചെയ്യണം എന്നുള്ളതല്ല. പിന്നെന്ത് വേണം? അത് അതിന്റെ സമയത്ത് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ അംറ്. പിന്നെ വന്ന അംറ് എന്തായി? നിങ്ങൾ ഖളാ വിട്ടണം എന്നായി. അങ്ങനെയാണ്, അതാ പുതിയ അംറ് പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ അംറുള്ളത് നിസ്കരിക്കണം നിങ്ങളെ സമയത്ത് എന്നുള്ളതാണ്. പിന്നീട് പറഞ്ഞ എന്താണ്? നിങ്ങൾ മറന്നു പോവുകയാണ് എങ്കിൽ പിന്നെ ഓർമ്മ വന്നാൽ നിസ്കരിക്കണം. അപ്പൊ പുതിയൊരു അംറ് വരണ്ടേ? ഇങ്ങനെയാണ് അക്സറിന്റെ വാദം. ഷിറാജി എന്നാ ഷെയ്ഖ് അബൂ ഇസ്ഹാഖ് ഷിറാജി പറഞ്ഞല്ലോ നമ്മുടെ സാഫി മദ്ഹബിലുള്ള മൂപ്പര് മുവാഫിഖുൻ ലി അക്സരി, അക്സറോട് യോജിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞ അഭിപ്രായത്തിൽ മൂപ്പരുണ്ടായിരിക്കെ ഇവിടെ അക്സർ പറഞ്ഞു ഇത് അതിനോട് ഇവർ യോജിക്കുന്നുമുണ്ട്. കമാഫി ലംഹി വസറൈഹി, മൂപ്പരുടെ ലംഹ് സറ എന്ന് പറയുന്ന കിതാബിലുള്ളത് പോലെ അങ്ങനെയാണ്. അതിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ അക്സറോട് അവർ യോജിപ്പ്. പിന്നെ ഇപ്പൊ ദിക്റുമിനൽ അക്കല്ല് പെട്ടതാണ് ആദ്യം പറഞ്ഞത്, മൂന്നാൾ കൂടിയാണല്ലോ പറഞ്ഞത്. അത് നേരെയുള്ള അക്സർ ഇവിടെ. അപ്പൊ അക്കല്ലിലായിട്ട് മുസ്ലിമിന് പറഞ്ഞു പോകുന്നതോന്നാ. ഇപ്പൊ ഷാരി പറയുന്നത് ഷിറാജി എന്നവര് അക്സറിൽ പെട്ട ആളാണ്, അക്സറുടെ യോജിപ്പ്. അത് ഷാരിന് മനസ്സിലായത് ഷിറാജി ഇമാമിന്റെ ലംഹ് അതിന്റെ ഷറഹ് പരിശോധിച്ച് നോക്കുമ്പോൾ അതിന് മനസ്സിലാകുന്നത് ഇവിടെ അക്സർ പറഞ്ഞതിനോടാണ് പ്രയോജനം. പിന്നെ മുസന്നിഫ് എണ്ണിപ്പോന്ന അക്കല്ലിലാണല്ലോ എന്നാണ്. അതിന്റെ മറുപടിയാണ് ഷാരി പറയുന്നത് മുസന്നിഫ് അവറുകൾ അക്കലിൽ ഷിറാജി ഇമാമിനെ പറഞ്ഞത് സഹുവൻ അത് മറന്നു പറഞ്ഞതാണ് എന്ന് വെക്കുക. അല്ല മുസന്നിഫിനെ കുറ്റം പറയാൻ വയ്യല്ലോ, അങ്ങനെയും അതിനെ കുറിച്ച് പറയാമല്ലോ. അപ്പൊ അക്കല്ല് ആരുള്ളൂ? ഇമാം റാസിയും അബ്ദുൽ ജബ്ബാറും മുഅ്തസിലത്തെ ഉണ്ടാവുള്ളൂ ഷിറാജി ഇങ്ങോട്ട് പോന്നാല്. പക്ഷെ മുസന്നിഫിന്റെ അഭിപ്രായ പ്രകാരം അക്കല്ലിലാണ് താൻ. അത് മറന്നു പറഞ്ഞാന്ന് വരുമ്പോ പിന്നെ ഇങ്ങോട്ട് വെക്കല്ലേ അല്ലത്. ഇനി അസഹായ അഭിപ്രായം അന്നല്ലി തിയാന ബിൽ മഅ്മൂരി ബിഹി, ഒരു കാര്യം കൊണ്ട് കൽപ്പിക്കുമ്പോൾ അത് മഅ്മൂർ ബിയാണല്ലോ ആ കൽപ്പന ഉണ്ടാവുക. ആ മഅ്മൂറും ബിഹി ആകുന്ന ഒരു കാര്യത്തെ കൊണ്ടുവരിക എന്നുള്ളത്, മഅ്മൂർ ബിന്റെ അർത്ഥം ഐ ബിഷൈഇ, ഒരു ഷൈഇ കൊണ്ടുവരിക, അൽ വജ്ഹി, ഒരു വഴിയിൽ, അല്ലെങ്കിൽ എങ്ങനത്തെ വഴി, ഉമിറ ബിഹി, അതുകൊണ്ട് അതേ ഒരു വഴി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒരു കൽപ്പിക്കപ്പെട്ട അതേ രീതിയിൽ ആ ഒരു വസ്തുവിനെ കൊണ്ടുവരിക എന്നുള്ളത് അവിടെ ആ കൊണ്ടുവന്നല്ലോ അത് മതിയാക്കൽ രാജ്യമാക്കുന്നുണ്ട്. ആ അമ്രിൽ മതിയാക്കൽ എന്നതല്ല, ആ അമ്ര് ചെയ്യണമെന്നുള്ളത് കാര്യമാണ്. ആ അമ്ര് ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ ആ കാര്യം ചെയ്താൽ അവിടെ എന്ത് മതി? അതുകൊണ്ട് മതിയാക്കുക എന്നത് ആ അമ്രിൽ
ഇസ്തിൽസാമുണ്ട്. എന്തിനു മതിയാക്കിയാൽ ഇവിടെ കൊണ്ടുവന്നല്ലോ, ആ കൊണ്ടുവന്നത് മതി, ഇത് വേറെ വേണ്ട. ബിനാഅൻ അല അന്നൽ ഇജ്സാ, ഇവിടെ മതി എന്ന് പറയുന്ന ഇജ്സാന്റെ അർത്ഥം അൽ കിഫായത്തു, കിഫായത്ത് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഇജ്സാ കിഫായത്ത് എന്തിനു മതി? ഫീ സുഖൂതി ത്വലബി, അവിടെ ത്വലബ് സാക്കിത്തായി പോകുന്നതിന് മതി ഇജ്സാ എന്നാണ്. അപ്പൊ ഇജ്സാന് എടുത്തിട്ടുള്ളത് ഇവിടെ ത്വലബ് ഉണ്ടായിട്ടുണ്ട്, ആ ത്വലബ് സാക്കിത്താകുന്ന ഒഴിവായി പോകുന്ന കാര്യത്തിൽ എന്ത് ചെയ്താൽ മതി? ആ കാര്യം കൊണ്ടുവന്നാൽ മതി. ആ കൊണ്ടുവന്നാൽ തന്നെ മതി എന്ന് മതി. ബഹുവർ രാജു, അങ്ങനെ തന്നെയാണ്. മഅ്മൂറുൻ ബിഹി ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവരലോടുകൂടി ആ അമ്രിലുള്ള ഒരു ത്വലബുണ്ട്, ആ ത്വലബ് ഇവിടെ ഒഴിവായി കഴിഞ്ഞു എന്നാണ്. കമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതുപോലെ. വഖീല, എന്നാൽ ഇവിടെ അസക്കിന്റെ മുഖാബില പറയുന്നത് ലാ യസ്തൽസിമുഹു ഇജ്സാ, ആ ത്വലബ്, അതായത് ആ ത്വലബ് കൊണ്ടുള്ള മഅ്മൂറുൻ ബിഹി കാര്യം കൊണ്ടുവന്നാൽ ആ കൊണ്ടുവരൽ അവിടെ ത്വലബ് സാഖിത്താകുന്ന വിഷയത്തിൽ മതിയാക്കുക എന്നത് ലാജിമാക്കുന്നില്ല. ഈ അഭിപ്രായം എടുത്തതിന് വേണ്ടി അല അന്നഹു, നിശ്ചയമായിട്ടും ത്വലബ് ഇസ്കാത്തുൽ ഖലായി, അവിടെ ഖലാവിനെ ഒഴിവാക്കലാണ് ആ അമ്രിന്റെ കൊണ്ടുണ്ടായ അല്ല ആ അമ്രു കൊണ്ടുള്ള ത്വലബ് അവിടെ വരുന്ന എന്താണ്? ആ ത്വലബ് ഇവിടെ ഖലാ വീട്ടണം എന്നൊരു ഒഴിവാക്കലാണ് ആ മഅ്മൂറുൻ ബിഹി കാര്യം കൊണ്ട് കൊണ്ടുവരുമുണ്ടാവുക. എന്താ കാരണം? ലി ജവാസി അല്ലാ യസ്ഖുതൽ മഅ്തിയു ബിൽ ഖലാ, ലി ജവാസി അല്ലാ യുസ്ഖിതൽ മഅ്തിയു ബിൽ ഖലാ, ഇവിടെ കൊണ്ടുവരപ്പെട്ടൊരു കാര്യം തന്നെ, അഥവാ ആ ത്വലബ് കൊണ്ട് മത്ലൂബ് ബിഹി മഅ്മൂറുൻ ബിഹി കാര്യം കൊണ്ടുവന്നു, ആ ഒരു കാര്യത്തെ കൊണ്ടുവരിക എന്ന് വെച്ചാൽ തന്നെ അത് ഇവിടെ ഖലാഇനെ സാഖിത്താക്കുന്നേ ഇല്ലല്ലോ. അപ്പൊ ഖലാഇനെ സാഖിത്താക്കൽ ഇല്ല എന്ന് ജവാബുണ്ട് അവിടെ. അങ്ങനെ വരാതെ അതുകൊണ്ടാണ് ഖലാഇനെ ഒഴിവാക്കാൻ എന്ത് മതി? ആ മഅ്മൂറുൻ ബിഹി കാര്യം കൊണ്ടുവന്നാൽ മദീന, അവിടെ മതിയാക്കുന്നത് ഖലാ ഒഴിവാക്കുക എന്നതിന്റെ മേലാണ്, അല്ലാതെ ത്വലബ് സാഖിത്താവുക എന്ന വിഷയത്തിൽ. ത്വലബ് അവിടെ ഉണ്ട്, ത്വലബ് അല്ലാതെ സാഖിത്താണ്. പിന്നെ എന്താ സാഖിത്താന്നുള്ളൂ? ആ കൊണ്ടുവന്ന കാര്യം ഖലാ കിട്ടണ്ട, അപ്പൊ ആ ഖലാ ഇവിടെ ഒഴിവായി കിട്ടി എന്നാണ് ഹീലമായത്. അതെങ്ങനെ? സാരിയൻ, രണ്ടാമതും ആ ഒരു കാര്യത്തെ പ്രവർത്തിക്കലേക്ക് ആവശ്യമാവുന്നത് കൊണ്ടുള്ള ഖലാ ഉണ്ടാവാം, ആ ഖലാ ഇവിടെ ഒഴിവായി കിട്ടും ആ കാര്യം കൊണ്ടുവന്നാൽ എന്നായി. അതിന്റെ ഉദാഹരണം കമാവി സ്വലാത്തിമൻ, ഒരുത്തന്റെ നമസ്കാരത്തിലുള്ളതുപോലെ. വന്നത്വഹാറത്ത, അവരെന്തായെന്നറിയാമോ? ശുദ്ധിയെ വിചാരിച്ചുകൊണ്ട് നിസ്കരിച്ചു. സുമ്മ തബയ്യന ലഹു, പിന്നീട് അവനെന്തായെന്നറിയാമോ? വെളിവായി. ഹദസുഹു, അവന് അശുദ്ധി ഉണ്ട് എന്ന് വെളിവായി. ആ അശുദ്ധി ഉണ്ട് എന്ന് വെളിവായപ്പോ എന്താ ഇവിടെ? അവിടെ എന്താ നിസ്കാരത്തിലുള്ള മസാല? രണ്ടാമത് ഇനിയിപ്പോൾ അത് ഖലാ കിട്ടുമോ? അപമാനിയ കാര്യം എന്ത് വേണ്ടി വരും? ഖലാ കിട്ടണ്ടേ? ഇങ്ങനെ രണ്ടാമത് ചെയ്യുക, ഈ രണ്ടാമത് ചെയ്യലിലേക്ക് ആവശ്യമായ രീതിയിൽ ഇങ്ങനെ ആവശ്യമായ ഖലാ വരിക. ഇത്തരമൊരു ഖലാഇനെ എന്ത് ചെയ്തു? ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കൽ ഇല്ലാതെ വരുമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഖലാ വീട്ടലിനെ, ഒഴിവാക്കലിനെയാണ് ആ മഅ്മൂറുൻ ബിഹി കാര്യത്തെ കൊണ്ടുവന്നുണ്ടാവുക, അല്ലാതെ ഖലാഇനെയല്ല. അസഹായ അഭിപ്രായം പറയാനുള്ളത് അന്നൽ അംറ, നിശ്ചയമായിട്ടും കാര്യം, അല്ല അംറ് ലിൽ മുഖാത്തബി,
മുഖാത്തബിനോട് ഇവിടെ അംറ് ചെയ്യുമ്പോൾ ബിൽ അംരി ലിഗൈരിഹി ബിശൈഇ, മറ്റൊരാളോട് ഒരു കാര്യം കൊണ്ടുള്ള അംറാണ് മുഖാത്തബ് അംറ് ചെയ്യുന്നത്. അതായത് മുഖാത്തബിനോട് കൽപ്പിക്കുന്നത് എന്താ? മറ്റൊരാളോട് ഒരു കാര്യം ചെയ്യുന്ന കൽപ്പിക്കണം എന്നതുകൊണ്ട് കൽപ്പിക്കുന്നു. അതാണ് അംറ്. അങ്ങനെ മുഖാത്തബോട് ചെയ്യുന്ന ഈ അംറ്, അതിന്റെ ഉദാഹരണം ഏതുപോലെ നഹ്വു ഉമുർ അഹ്ലക ബിസ്സലാത്തി എന്താ? അപ്പോ ഒരാളോട് പറയാണ്, നീ നിന്റെ കുടുംബത്തിനോട് കൽപ്പിക്കണം എന്ത്? ബിസ്സലാത്തി, നമസ്കാരം കൊണ്ട്. അപ്പൊ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നത് ആരോടാണ്? മുഖാത്തബ് അല്ലാത്തതോട് കൽപ്പിക്കാണ്. എന്നാ മുഖാത്തബോട് കൽപ്പിച്ചത് എന്താണ്? ഇതാണ്, നിങ്ങൾ കൽപ്പിക്കണം എന്നതാണ്. നിസ്കരിക്കാൻ നിങ്ങൾ കൽപ്പിക്കണം മറ്റൊരാളോട്, മറ്റൊരാളാണ് അഖിലിനോട്. അപ്പൊ അഖിലിനോട് നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത് മുഖാത്തബിനോട് കൽപ്പിക്കുകയാണ്. ഇതാണ് അതിന്റെ ഉദാഹരണം. ഇങ്ങനെ വരുന്ന അംറ് ലൈസ അംറ ലിദാലിക്കൽ ഗൈരി ബിഹി, ആ ശൈഇ കൊണ്ട് ആ വൈറുണ്ടല്ലോ, മുഖാത്തബ് അല്ലാത്ത വൈറ്, ആ മുഖാത്തബ് അല്ലാത്ത വൈറിനുള്ള അംറാണോ ഈ അംറ്? അല്ല, അംറല്ല. അംറ് അത് മറ്റൊരാൾക്ക് അംറല്ല. ആ അംറ് മുഖാത്തബുള്ള അംറായി നിൽക്കുകയാണ്. വഖീല, അസഹ അങ്ങനെയാണെങ്കിലും കീല പറയുന്നത് ഹുവ അംറും ബിഹി, അത് ആ വസ്തു കൊണ്ട് ആ വൈറിനോടുള്ള അംറ് തന്നെയാണ്. ഓ ഇല്ല, അങ്ങനെ ആ വസ്തു കൊണ്ടുള്ള അംറ് വൈറിനുള്ളതല്ലാന്ന് വെക്കുക. എന്നാ പിന്നെ പല വായുദത്താബിഹി, ആ അംറിൽ വൈറിൽ മുഖാത്തബ് അല്ലാത്തവർക്ക് ഒരു ഫലമല്ലല്ലോ. അവിടെ മുഖാത്തബിന് മാത്രമല്ലേ ഫലമുള്ളൂ എന്നാണ്. മുഖാത്തബരോട് കൽപ്പന എന്താ കൽപ്പിച്ചത്? താങ്കളുടെ അഖിലുകാരോട്, മുഖാത്തബ് അല്ലാതെ അഖിലുകാരോട് നിസ്കരിക്കണം എന്നുള്ള കൽപ്പനയുണ്ട്. ആ കൽപ്പനയോട് കൽപ്പിച്ചു. അപ്പൊ ഈ മുഖാത്തബിനോടുള്ള ഈ അംറ് ആരുടെ അംറല്ല? ആ വൈറിനോട് അതുകൊണ്ട് കൽപ്പിക്കുന്ന അതുകൊണ്ടുള്ള കൽപ്പനയല്ല എന്നാ പറഞ്ഞു. ആണ് എന്നാണ് തീര പറയുന്നത്. അതിന് പറയാൻ ന്യായം മുഖാത്തബല്ലാത്തതോട് ഇങ്ങനെ കൽപ്പന അല്ലെങ്കിൽ പിന്നെ എന്തൊരു ഫായിദ അവർക്കുള്ളത് എന്നാണ്. പൊകത്തക്കോമോ കരീനത്തുൻ, അപ്പൊ ആ വിഷയം അവിടെ കഴിഞ്ഞു. പൊകത്തക്കോമോ കരീനത്തുൻ, ചിലപ്പോൾ കരീനത്ത് നിൽക്കും എന്തിന്റെ മേല്? അല അന്ന വൈറൽ മുഖാത്തബി, മുഖാത്തബ് അല്ലാത്തവൻ മഅ്മൂറും ബിദാലിക ശൈഇ, ആ ശൈഇ കൊണ്ട് കൽപ്പിക്കപ്പെട്ടവനാണ് മുഖാത്തബ് അല്ലാത്തവനും എന്നതിന്റെ മേലില് കരീനത്ത് നിൽക്കുമ്പോൾ ആ കരീനത്ത് പ്രകാരമാണ് എന്താവുക? ഉണ്ടാവുക. അപ്പൊ പിന്നെ അംറല്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. നോക്ക ആ കരീനത്ത് വരുന്ന രീതി. കമാബി ഹദീസ് സഹീഹൈനി, അപ്പൊ കരീനത്ത് ഉണ്ടാകുമ്പോ അപ്പൊ പിന്നെ ഇനി മുഖാത്തബ് അല്ലാത്തവര് മഅ്മൂറ് തൊലബ് ഇല്ല. അപ്പൊ ഖിലാഫില്ലല്ലോ. മുഖാത്തബ് അല്ലാത്തവൻ മഅ്മൂറും ബിൽ അംറിൽ അവ്വലി, ആദ്യത്തെ അംറ് കൊണ്ട് തന്നെ മഅ്മൂറാണ്. മുഖാത്തബ് അല്ലാത്തവൻ എന്നതിലും തർക്കം വരൂല. എങ്ങനെയാവുമ്പോ? ഖരീനത്ത് ഉണ്ടാവുമ്പോ. ഖരീനത്ത് ഇല്ലെങ്കിലാണ് ഈ വിഷയം പറഞ്ഞത്. അപ്പൊ ആദ്യം പറഞ്ഞത് മുഖാത്തബിനുള്ള കൽപ്പന അവ്വൽ അംറാണ്. ആ അവ്വൽ അംറ് മുഖാത്തബ് അല്ലാത്തവർക്ക് ഇല്ല എന്ന് പറഞ്ഞു. ആണെന്ന് തീരെയും പറഞ്ഞു. പിന്നെ പറയുന്നത് എന്താ? ചിലപ്പോ ഖരീനത്ത് മുഖാത്തബ് അല്ലാത്തവരുടെ മേലില് ആദ്യത്തെ അംറ് കൊണ്ട് തന്നെ ആ മഅ്മൂറാണ് ആര്? മുഖാത്തബ് അല്ലാത്തവർ എന്ന് വരാം. അങ്ങനെ വരുമ്പോ തർക്കവും ഇല്ല. അപ്പൊ ഖരീനത്ത് ഇല്ലാത്തവർക്ക് അപ്പൊ തർക്കം. കമാബി ഹദീസ് സ്വഹീഹൈനി, ബുഖാരി മുസ്ലിമിലുള്ള ഒരു ഹദീസ് നോക്കാം. ഹദീസിലുള്ളത് പോലെ എന്താണത്? അന്ന ബിൻ ഉമർ, നിശ്ചയമായിട്ടും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തല്ലഖ ഇംറാത്തഹു, മഹാന്റെ ഭാര്യയെ വിവാഹമോചനം നടത്തി, കാര്യം തീർത്തു. വഹിയ ഹായിദൻ, മൂപ്പത്തൊരു ഹൈലുകാരിയാണ്, ആ നിലയിലാണ്.
ഫദക്കറദാലിക ഉമർ, ഈ ഒരു വിവരം ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോട് എന്ത് പറഞ്ഞു? വിഷയം പറഞ്ഞു. എന്റെ മകൻ ഇങ്ങനെ കാട്ടിയിട്ടുണ്ട്. ഫഖാല, അപ്പൊ നബി തങ്ങൾ പറഞ്ഞ മറുപടി, മുർ, താങ്കൾ താങ്കളുടെ മകനോട് കൽപ്പിക്കണം, ഫൽയുറാജിഹ, അവളെ മകൻ മടക്കിയെടുക്കട്ടെ എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഇവിടെ ഇപ്പോ ഖരീനത്തെന്താ? ഈ ഫൽയുറാജിഹ നിന്റെ ഖരീനത്താണ്. ഇത് അമ്രുവായിബാണ്. അമ്രുവായിബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ എന്തായി? നബി തങ്ങളുടെ ഭാഗത്തിൽ നിന്ന് തന്നെ മഅ്മൂറായ ആളാണ് ഇബ്നു ഉമർ തങ്ങൾ. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? ഫൽ യുറാജിഹ. അപ്പൊ ആ അമ്പ ആരോടാണ് പറഞ്ഞത്? ആരോടാണ്? മുർഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫൽ യുറാജിഹ എന്നും പറഞ്ഞു. ഇത് പോയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മകനോട് പറയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോടാണ് ആര് കൽപ്പിച്ചത്? നബി കൽപ്പിച്ചത്. എന്നാൽ ഇവിടെ മുഖാത്തബ് അല്ലാത്ത ഇബ്നു ഉമറും നബി തങ്ങൾ പറഞ്ഞ ആ അമ്പിൽ വരുന്നുണ്ട്. അങ്ങനെ അവിടെ ഖരീനത്തുണ്ട്. എന്താ ഖരീനത്ത്? ഫൽ യുറാജിഹ എന്നുള്ള ഖരീനത്താണ്. അതാരോടാണ് വരുന്നത്? ഇബ്നു ഉമറിനോടാണ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഖരീനത്തുണ്ടാവും. ആ ഖരീനത്ത് പ്രകാരം വരുമ്പോ മുഖാത്തബിനോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പന മുഖാത്തബ് അല്ലാത്തവരും ബാധകമാണ് എന്നർത്ഥം. വല്ല സഹോ, ഇനി അസഹായ അഭിപ്രായം. അപ്പൊ അങ്ങനെ വിഷയങ്ങളൊക്കെ കഴിഞ്ഞു. അമ്രിനെ പറ്റിയുള്ള ചർച്ച കഴിഞ്ഞു. ഇനി പറയാം ആമിറ, കൽപ്പിക്കുന്നവൻ. അന്നൽ ആമിറ ബിൽ മദ്ദി, മദ്ദ് കൊണ്ട് വായിക്കണം, മദ്ദില്ലാതെ അമ്രെന്ന് വായിക്കരുത്. ആമിർ, കൽപ്പിക്കുന്ന ആള്. എന്തുകൊണ്ട്? ബിലഹുദ്, ഒരു പദം കൊണ്ട് കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ കൽപ്പിക്കുന്ന ആള് എങ്ങനത്തെ പദം? യതനാവലുഹു, അത് അവനെയും കൂടി ഉൾപ്പെടുത്തും. ആരെ? ആമിറിനെ ഉൾപ്പെടുത്തും വിധമുള്ളൊരു പദം കൊണ്ടാണ് ആ കൽപ്പിക്കുന്ന ആൾ കൽപ്പിക്കുന്നത്. ആ ആമിർ, അതിനുള്ള ഉദാഹരണം കമാവി ഖൗലി സയ്യിദി അബിദിഹി, ഒരു യജമാനൻ തന്റെ അടിമയോട് പറയുന്ന വാക്കിലുള്ളത് പോലെ. എന്താണ് യജമാനൻ അബിദിനോട് പറയുന്നത്? അക്കിരിം മൻ അഹ്സന ഇലൈക എന്ന് പറഞ്ഞു. നിന്നിലേക്ക് നന്മ ചെയ്യുന്നവൻ ആരെയോ നീ അവരെ ബഹുമാനിക്കുക. ഇവിടെ അക്കിരിമൻ അഹ്സനയിലേക്ക എന്ന് സയ്യിദ് തന്റെ അടിമയോട് പറയുന്നു. ആ അടിമയോട് കൽപ്പിക്കുന്ന ആൾ സയ്യിദാണ്, അപ്പൊ ആമിറാണ്. അപ്പൊ അക്കിരിമൻ അഹ്സനയിലേക്ക എന്ന് പറയുന്ന അതേ പദത്തിൽ മൻ അഹ്സനയിലേക്ക എന്ന പദത്തിൽ ആര് പെടും? ആമിറായ സയ്യിദും പെടും എന്നാണ് അത് പറഞ്ഞത്. അത് അഹ്സന ഹുവ ഇലൈഹി, എത്തരത്തിൽ ഈ സയ്യിദ് അമ്രിലേക്ക് ഹിസാൻ ചെയ്യുന്നു. ആ നിലയിൽ വരുമ്പോ ആമിറായ സയ്യിദ് പറഞ്ഞത് മൻ അഹ്സനയിലേക്ക് എന്നുള്ള വാക്കില് സയ്യിദും പെടുമല്ലോ, അതാ പറഞ്ഞത്. ഇങ്ങനെയാണ് സയ്യിദിന് ഉൾപ്പെടുന്ന പദം. അങ്ങനെയുള്ള ഒരു പദം കൊണ്ട് കൽപ്പിക്കുന്ന ആള് ദാഖിലുൻ ഫീഹി, എന്നാൽ അയാളും ആ പദത്തിൽ വരുന്നതാണ്. ഐ ഫീ ദാലിക്കൽ ലഫ്ളി, അതേ പദത്തിൽ അയാൾ ഉൾപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? ലി അതഅല്ലഖ ബിഹി മാ ഉമിറ ബിഹി, എന്തൊന്നുകൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ കൽപ്പിക്കപ്പെട്ട കാര്യം ഇയാളോട് ബന്ധിച്ചതിന് വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറഞ്ഞത്? ആമിറിനോട് ബന്ധിച്ചു. അതുകൊണ്ടാണ് ആമിർ ആ അമ്രിന്റെ പദത്തിൽ വരുന്നത്. അസഹല്ലേ? ഓക്കെയില്ല. അസഹിന്റെ മുക്കാബല പറയുന്നത് ലാ യദ്ഖുലു ഫീഹി, എന്താ? ആ പദത്തില് ആമിർ പ്രവേശിക്കൂല. കാരണം ആമിറു നഫ്സഹു, അങ്ങനെ ആമിർ കൽപ്പിക്കുമ്പോ അങ്ങനെ ആമിർ ആ കൽപ്പനയിൽ എന്താവുക? അവന്റെ സ്വശരീരത്തെ ഉദ്ദേശിക്കുക എന്നുള്ളത് ഇതല്ലേ, അത് വിദൂരല്ലേ? ആ നിലക്ക് വെച്ച് നോക്കുമ്പോ വരൂല. ഈ ബുഅദ് ആരും അസഖ് പറയുമ്പോൾ ആ ബുഅദാണ് നോക്കുന്നേയില്ല. ഇല്ലത്ത് ബുഅദാണ്. ആ ബുഅദ് അവിടേക്ക് പരിഗണനയല്ല, തീരക്കത് പരിഗണനയാണ്. ആ നിലക്കാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ തീര പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇതിന് ശരിപ്പെടുത്തൽ വരുന്നുണ്ട്. എവിടെ? ഫീ മബ്ഹസിൽ ആമി, ആമിനെ പറ്റിയുള്ള ചർച്ചയിൽ.
ബിഹസ്ബി മാ ലഹറ ലഹു, അതിന് വെളിപ്പെടുന്ന സ്ഥിതി അനുസരിച്ച്. എവിടെ? ഫിൽ മൗദിഅൈനി, രണ്ട് സ്ഥലത്തിലും. അപ്പൊ രണ്ട് സ്ഥലത്തിലും എന്താണോ വെളിപ്പെട്ടത് ആ വെളിപ്പെടുന്ന സ്ഥിതിക്ക് അനുസരിച്ച് പിന്നെ ആമിനെ പറ്റി ചർച്ച ചെയ്യുന്നിടത്ത് ഈ പറഞ്ഞ തീരെ ശരിപ്പെടുത്തൽ വരുന്നുണ്ട്. ഇനി ഒക്കെ തഖൂമു ഖരീനത്തുൻ അലാ അദിമി ദുഖൂലി, ചിലപ്പോൾ ആമിൽ ആ പദത്തിൽ ആ ലഫ്ദിൽ എന്താവൂല, ദുഖൂൽ ഉണ്ടാവില്ല. അങ്ങനെ ദുഖൂൽ ഇല്ല എന്നതിന്റെ മേലെ ഖരീനത്ത് വരും. അങ്ങനെ ഖരീനത്ത് വന്ന പ്രശ്നമില്ലല്ലോ. ഏതുപോലെ കമാബി ഖൗലിഹി, ഇതേ സയ്യിദ് പറയാ ആരോട്? അബ്ദിഹി, തന്റെ അടിമയോട്. തസദ്ദഖ് അലാ മൻ ദഖല ദാരി, എന്റെ വീട്ടിലേക്ക് ആരൊക്കെ വരുന്നുവോ ആ വരുന്നവന്റെ മേൽ നീ ധർമ്മം ചെയ്യുന്ന യജമാനൻ തന്റെ അടിമയോട് പറഞ്ഞത്. വഖദ് ദഖലഹ ഹുവ, വാസ്തവത്തിൽ ഈ പറഞ്ഞ ആമിർ ആ വീട്ടിലേക്ക് കടന്നു വന്നും ചെയ്തു. അങ്ങനെ കടന്നു വന്ന നിലയിലാണ് ഈ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തസദ്ദഖ് അലാ മൻ ദഖല ദാരി എന്ന് പറയുന്നതിൽ ആര് പെടുന്നില്ല? അവിടെ ആമിർ പെടുന്നില്ല. എന്താണ് ആമിർ പെടാത്തത്? അവിടെ ആമിർ പെടാൻ പ്രയാസമാണ്. കാരണം ധർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഉടമയാക്കി കൊടുക്കലാണ്. ഉടമയാക്കി കൊടുക്കുക എന്നുള്ളത് അത് സാധനം കൊടുക്കും മറ്റാൾക്ക് ഉടമയാക്കി കൊടുക്കാണോ? അങ്ങനെ ഉടമയാക്കി കൊടുക്കുക എന്നുള്ളത് ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം എന്തെന്തുകൊണ്ടാണോ അവൻ ധർമ്മം ചെയ്യുന്നതെങ്കിൽ ആ ഒരു ധർമ്മം ചെയ്യുന്ന വസ്തുവിനെ ഉടമസ്ഥനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം മാലിക്ക് അവന്റെ സ്വന്തം ശരീരത്തെ ഉടമയാക്കാൻ കഴിയില്ലല്ലോ. അവൻ പിന്നെ എങ്ങനെയോ ധർമ്മം ചെയ്യും? അത് അവന് ധർമ്മം കൊടുത്താൽ അത് ഉടമയാക്കി എടുക്കുക. ഓൻ തന്നെ ധർമ്മം ചെയ്ത് ചെയ്യാമല്ലോ. അപ്പൊ പിന്നെ അടിമയുടെ കൈയാണെങ്കിലോ ഓന്റെ കൈ പോലെയുമാണല്ലോ. അപ്പൊ ആ നിലക്കാണ് അടിമയോട് പറയുമ്പോ ഇവിടെ തസദ്ദഖ് അലാ മൻ ദഖല ദാരി എന്ന് പറഞ്ഞ വാക്കിൽ ആര് പെടുന്നില്ല? സയ്യിദ് അല്ല, അടിമയുടെ യജമാനം പെടുന്നില്ല. അങ്ങനെ ദുഖൂലില്ല എന്നതിന് ഖരീനത്ത് അങ്ങനെയൊക്കെ ചിലപ്പോൾ വരാം. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ വിഷയങ്ങളൊന്നും ഇടുന്നതാണ്. വല്ലസഖു, ഇനി അസഖ് പറയാനുള്ളത് അന്നനിയാമത്ത, താൻ ചെയ്യേണ്ട ഒരു അമലിനെ മറ്റൊരാളെ പകരപ്പെടുത്തി ചെയ്യിപ്പിക്കാം ആ പ്രവൃത്തിയിൽ. അങ്ങനെ ഇബാദത്തിൽ നിയാബത്ത് പകരമാക്കുക എന്നുള്ളത് തദ്ഖുലുൽ മഅ്മൂറ ബിഹി, മഅ്മൂറുൻ ബിഹി ആയിരിക്കുന്ന ഒരു കാര്യത്തെ കൊണ്ടുവരലിന് ആ നിയാബത്ത് പ്രവേശിക്കും. അപ്പൊ ആ കാര്യം കൊണ്ടുവരാൻ പറ്റും നിയാബത്ത്. ആ നിയാബത്ത് മാലിയം കാന, അത് സമ്പത്തായിക്കോട്ടെ, സക്കാത്ത് പോലെ, ആ ബദനിയൻ അല്ലെങ്കിൽ ബദനിയായിരിക്കുന്ന ഇബാദത്താവട്ടെ, മഅ്മൂർ മാലിയാവട്ടെ അല്ലെങ്കിൽ ബദനിയാവട്ടെ. ബദനി ഏതുപോലെക്കൽ ഹജ്ജ്, ഹജ്ജ് പോലെ. ഹജ്ജ് എന്ന് പറയുമ്പോൾ ഷുറൂത്തി, അതിന്റെ നിബന്ധന പ്രകാരം ഹജ്ജ് ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കാണ്. അപ്പൊ സ്വയം ഹജ്ജ് ചെയ്യാൻ കഴിവില്ല എങ്കിൽ മറ്റൊരാളെ പകരമാക്കിയിട്ട് ആ ഹജ്ജിന്റെ കർമ്മം ചെയ്യിപ്പിക്കാം. ഇങ്ങനെ ബദനിയാവാം. അല്ലെങ്കിൽ സക്കാത്തിന്റെ സമ്പത്ത് ഇവിടെ ഉണ്ട്, അതിന് നീ എൻ്റെ പൈസക്ക് അവിടെ ഉണ്ട്, എൻ്റെ സ്വത്ത് അവിടെ ഉണ്ട് സക്കാത്തിന്റെ, അതിന് ചെയ്യണമെന്ന് ഒരാളെ പകരമാക്കി കൊടുത്താൽ അതൊക്കെ പറ്റും. അതൊക്കെ ഉൾപ്പെടുത്തും. ആ മഅ്മൂറൊക്കെ നിയാബത്ത് ഉൾപ്പെടുത്തും എന്നതാണ്. ഇല്ലാലി മാനി ഉണ്ടായാൽ ഒഴികെ. വല്ല മാനിയും അവിടെ ഉണ്ടെങ്കിൽ ആ മാനിയം ഉണ്ടാവും കിട്ടൂല. അപ്പൊ പിന്നെ ദുഖൂൽ ഉണ്ടാവില്ല നിയാബത്തിന്. ഏതുപോലെ കമാവിശ്വരാദി, നമസ്കാരത്തിലുള്ളത് പോലെ നമസ്കാരത്തിന് വല്ല മാനിയം വന്നാൽ ആ മാന്യം പ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ നിയാബത്ത് കൊടുത്താൽ സ്വലാത്തിനെ സ്വീകരിക്കാൻ പറ്റില്ല. ആ നിയാബത്ത് ചെയ്യാവില്ല. അപ്പൊ കാലത്തിൽ മുഅ്തസിലത്തു, എന്നാൽ മുഅ്തസിലത്ത് പറയുന്നത് ലാ തദ്ഖുലുൽ ബദനിയ, മാലിയായിരിക്കുന്ന മഅ്മൂറായ കാര്യത്തിലെ നിയാബത്ത് പ്രവേശിക്കും. അതേസമയത്ത് ബദനിയായ മഅ്മൂറായ കാര്യത്തിൽ നിയാബത്ത് പ്രവേശിക്കൂല എന്ന് പറയുന്നു. കാരണം ഈ അന്നൽ അംറ ബിഹി, ഈ ബദനി കൊണ്ടുള്ള ഉദ്ദേശം ഇന്നമാ ഹുവ, അത് നിശ്ചയമായിട്ടും ഖഹ്റിൻ നഫ്സി വ കസ്രിഹ,
ശരീരത്തിന്റെ വികാരങ്ങളെ പൊട്ടിച്ചു കളയാനും ഒതുക്കാനൊക്കെ ഉള്ളതാണ് നിസ്കാരം. ഒരു കാര്യം കൊണ്ട് കൽപ്പിക്കുന്നത്, ബദനിയായ ഒരു കാര്യം കൊണ്ട് കൽപ്പിക്കുന്നത് ബിഫീലി, അതിന് ചെയ്തുകൊണ്ടായിരിക്കണം. വന്നിയാപത്തോ, അപ്പൊ കഹറുൻ നഫ്സും കെസ്റും വെച്ച് നോക്കുമ്പോൾ അതിന് പകരമാക്കുക എന്നുള്ളത് തുനാഫി ദാലിക്ക, ഈ പറഞ്ഞതിനോട് എതിരാകുമല്ലോ. ഇല്ലാനി വറൂറത്തിന് ഒഴികെ വറൂറത്തുണ്ടെങ്കിൽ പറ്റും. ഏതുപോലെ കമാബിൽ ഹജ്ജ്, ഹജ്ജുള്ളത് പോലെ ഹജ്ജിൽ വറൂറത്തുണ്ടായി, ഇബാദത്ത് അതിനുള്ളതാണ് എങ്കിലും ബദനിയായ ഇബാദത്ത് കസറിനും ഖൈറുൻ നഫ്സിനും ആണെങ്കിലും അവൻ തന്നെ ചെയ്യേണ്ടതാണെങ്കിലും മറ്റൊരാളെ ഹജ്ജിൽ പകരമാക്കാൻ പറ്റിയ എന്തുകൊണ്ടാണ്? ലറൂറത്തുണ്ട്. ആ ലറൂറത്ത് കൊണ്ടാണ് പറ്റും എന്ന് നമ്മൾ പറയുന്നു. അല്ല, മുഅ്തസിലത്ത് പറയുന്നത്. നമ്മൾ പറയും ലാ തുനാഫീഹി, അവിടെ നിയാബത്ത് ഒരിക്കലും എന്താവുകയില്ല, ഇവിടെ ബദനിയായിരിക്കുന്ന ഇബാദത്തോട് എതിര് വരുന്നില്ല. ലിമാ ഫീഹ, എന്തുകൊണ്ട്? ആ നിയാബത്തിലുണ്ടല്ലോ. എന്നാൽ ബദനി മുഅനത്തി, ധർമ്മത്തിന് ചെലവിന് പകരമാക്കുക, കൂലിക്കൊടുക്കുക. ഇവിടെ കൂലിക്കൊടു ചെയ്യിപ്പിക്കുക എന്നുള്ളത് അതിലുണ്ടല്ലോ, ഇബാദത്തില് ആ നിയാബത്തിൽ വരുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ആ തഅമ്മലു മിന്നത്തി, മറ്റൊരാളുടെ മിന്നത്ത് അയാൾ ഗുണം വഹിക്കുക, കൂലൊന്നും വാങ്ങാതെ, അങ്ങനെ നിയാബത്തിലുണ്ടല്ലോ. അതുണ്ടായതുകൊണ്ട് പിന്നെ എങ്ങനെ ഇവിടെ പ്രശ്നം വരിക? അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ആ വിഷയത്തിനോട് തനാഫിയാവുക നിയാബത്ത് എന്നുള്ളത് ശരിയല്ല. അത് തുനാഫിയല്ല, അവിടെ നെഫിയൊന്നും മുനാഫാത്തില്ല എന്ന് എന്ത് ചെയ്തു? മുഅ്തസിൽ പറഞ്ഞു മറുപടിയും കൊടുത്തു. അപ്പോൾ ലറൂറത്ത് എന്ന് പറയും. നമ്മളിവിടെ ലറൂറത്ത് എടുക്കുന്നില്ലല്ലോ, ഉണ്ടോ? നമ്മളിവിടെ അശക്തത വന്നാൽ മതി, വല്ല തടസ്സങ്ങളും ഇല്ലാഞ്ഞാൽ മതി. തടസ്സമുണ്ടായാൽ പറ്റൂല, തടസ്സം ഇല്ലെങ്കിൽ പറ്റുന്ന നമ്മൾ പറഞ്ഞു. അതിന് പകരം മുഅ്തസിലത്ത് മവാനിയിലേക്ക് പോകുന്നില്ല, ഓല് പറയുന്ന ലറൂറത്തിലേക്കാണ് പോകുന്നത്. ഇനി മറ്റൊരു മസല പറയാനുള്ളത്, ഖാല ശൈഖ് അബുൽ ഹസൻ അശ്അരി വൽ ഖാദി അബൂബക്കർ ബാഖിലാനി, ഈ രണ്ട് ഇമാമിങ്ങൾ പറഞ്ഞത് അൽ-അംറു നഫ്സിയോ ബിശൈഇൻ മുഅയ്യനിൻ, ഒരു വ്യക്തമായ ഒരു വസ്തു കൊണ്ട് നഫ്സിയായ ഒരു അംറ്, നഫ്സിയായ അംറ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ദാത്തുള്ള അംറ്, ആ അംറ് ഈജാബൻ ഔ നദ്ബൻ, അത് നദ്ബായ അംറായാലും വേണ്ടില്ല, ഈജാബായ അംറായാലും വേണ്ടില്ല. പിന്നെ നഫ്സിയായ അംറ്, ലഫ്ലിയ അംറ് നിർവചനം മുമ്പ് പറഞ്ഞതുകൊണ്ട് ഇവിടെ നമ്മളത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഈജാബാവട്ടെ നദ്ബാവട്ടെ ഒരു വ്യക്തമായ ഒരു വസ്തു കൊണ്ട് നഫ്സിയ ഒരു അംറ് ഉണ്ടാകുമ്പോൾ ആ അംറ് എന്താണ്? നഹിയുൻ അൻ ളിദ്ദിഹിൽ വുജൂദിഹി, അതിന്റെ നേരെതിർ, അംറിന്റെ നേരെതിരുണ്ടാകുന്ന ഒരു സംഗതിയുണ്ട്. അതിന്റെ നേരെ എതിരുള്ള വുജൂദിയായ ളിദ്ദിനെ തൊട്ട് നഹിയാണ് അവിടെ. ആ നഹി തഹരീമായിട്ട് വരാം, ഔ കറാഹത്തൻ, അല്ലെങ്കിൽ കറാഹത്തായിട്ടും വരാം, എന്തായാലും വേണ്ടില്ല. വുജൂദിയ ലിദ്ദാണ്, ആ വുജൂദിയായിരിക്കുന്ന ലിദ്ദിനെ തൊട്ട് നഹി ചെയ്യലാണ്. വായിദങ്കാന ലിദ്ദു, ആ ലിദ് ഒന്നായാലും വേണ്ടില്ല. ഏതുപോലെ? ലിദ്ദിസ്സുക്കൂനി, അടക്കത്തിന്റെ എതിര് പോലെ. അടങ്ങണം എന്ന് പറയുമ്പോൾ അടങ്ങാൻ വേണ്ടിയിട്ട് അംറ് ചെയ്തു. അവിടെ ഉസ്കുൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം അടങ്ങണം എന്നുള്ളതാണ് ആ അംറിലുള്ളത്. അത് നഫ്സിയാർ അംറ് വെക്കുക. എന്നാൽ ഈ അംറ് തന്നെ അവിടെ അടങ്ങണം എന്ന് പറയുമ്പോൾ അയ്യനെ വസ്തുവാണ്, അതുകൊണ്ടാണ് അംറ് ചെയ്തത്. അതേ അംറ് എന്തിനെ തൊട്ട് അതിന് നേരെ എതിര് വരുന്ന തഹറുക്ക്, അതൊന്നല്ലേ ഉള്ളൂ. സുക്കൂന് നേരെ എതിരുണ്ടാവുന്ന ലിദ് തഹറുക്ക് ഒന്നേ ഉള്ളൂ. അവിടെ അനങ്ങരുത് എന്നതിനർത്ഥം. ഇനി അടങ്ങണം എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ എതിര് വരുന്ന തഹറുക്കാണ്. ആ തഹറുക്കിനെ നെഹി ചെയ്യലാണ്. അല്ലെങ്കിൽ ആ വക്സറ, ലിദ്ദുകൾ ഒന്നിലധികം വരാം. ഏതുപോലെയൊക്കെ ലിദ്ദിൽ ഖിയാമി, നിൽക്കണമെന്ന് പറയുമ്പോൾ അതിന് നേരെ ലിദ്ദ് ഏതൊക്കെയാണ്? ഖുഊദ്, ഇരുത്തം വരാം. വയറുഹു, അതുപോലെ ഇരുത്തമല്ലാത്ത കടത്തം വരാം, എങ്ങനെയും വരാം. അപ്പോ അവിടെ ലിദ്ദുകൾ ഒന്നിലധികമുണ്ട്. ഇങ്ങനെയായാലും വേണ്ടില്ല, വുജൂദിയ ലിദ്ദാവുമ്പോൾ അതിനെ തൊട്ട് നഹിയാണ്. അപ്പൊ നീ നിൽക്കുന്നു പറയുമ്പോൾ ആ നഫ്സിയായ അംറ്
എന്ത് ചെയ്യുന്നു? അവിടെ അതിനെ നേരെ ലിദ്ദിനെ നെഹി ചെയ്യാണ്. അതിന്റെ നേരെ ലിദ്ദാണ് നീ നിൽക്കുന്നത് പറയുമ്പോൾ ഇരിക്കരുത്, കടക്കരുത്, ഓടരുത്, ചാടരുതൊക്കെ പറയുന്നു. എന്നാൽ ഇവിടെ അങ്ങനെ പറഞ്ഞെങ്കിലും അനിൽ ഖാലി ആഖിറൻ, ലാസ്റ്റിൽ ഖാലിയാരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഖാലിയാറും കൂടി പറഞ്ഞ വിഷയം ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ലാസ്റ്റിൽ ഖാലിയാരെ തൊട്ട് പറയുന്നത് അന്നഹു, എന്ത് നിശ്ചയമായിട്ടും ഖാലിയാരെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നത് എന്താ? അമ്ര്, നമ്മളീ പറഞ്ഞ നഫ്സിയായ അമ്ര്. യതളമ്മനുഹു, അത് ആ നെഹിയെ തെളിമീൻ ചെയ്യുകയാണ്. നെഹിയെന്നല്ല, നെഹിയെ തെളിമീൻ ചെയ്യുകയാണ് എന്നാണ്. അപ്പൊ ലാജിമായി വരും. അലൈഹി, അതായത് അല തളമുനി, ആ നെഹിയെ തെളിമീൻ ചെയ്യുകയാണ്, ഉൾപ്പെടുത്തുകയാണ് അമ്ര് എന്നതിൻ്റെ പേരിൽ ആണ് അബ്ദുൽ ജബ്ബാറും അബുൽ ഹുസൈൻ എന്നവരും ഇമാമുർ റാസി, ആ മുഴുവനെല്ലാവരും അങ്ങനെയുള്ളത്. അപ്പോ അമ്ര ബി സുക്കൂനി മസലൻ, അടങ്ങണമെന്നൊരു ഉദാഹരണം. അടങ്ങുക എന്നതുകൊണ്ട് കൽപ്പന കൊടുത്തു, ഉസ്കുൻ എന്ന് പറഞ്ഞു. എന്നാൽ ആ അമ്ര, അതായത് തലബുഹു, അടങ്ങു എന്നതിലുള്ള അമ്ര തേടുന്നത്, ആ തേട്ടം മുത്തളമ്മിനുള്ളിൽ നെഹി, അത് നെഹിയല്ല, നെഹിയെ ഉൾപ്പെടുത്തുന്നതാണ്. എന്തിനെ തൊട്ട്? അനി തഹറുക്കി, ചലിക്കലിനെ തൊട്ട് അടങ്ങണം. അവ ചലിക്കലിനെ തൊട്ട് നെഹി ചെയ്യുകയാണ് അടങ്ങെന്ന് പറഞ്ഞ, അവ ചലിക്കണ്ട എന്നാണ്. എന്നാണെന്ന നെഹിയെ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ. നെഹിയ അത് നെഹിയാണെന്ന് പറയാൻ വയ്യ, ഉൾപ്പെടുത്തുന്നു. അഥവാ തൊലവുൽ കഫി അനുഭവം, ആ തഹറുക്കിനെ തൊട്ടുള്ള കഫ് ഉണ്ടല്ലോ, തടയുക എന്നത്. അനങ്ങിയത് തക്കഫ് ചെയ്യുക, തടവ്. ആ തടവ് തേടുകയാണ് മുത്തളമ്മിനാണെന്ന് പറഞ്ഞാൽ. അല്ല ഔഹുവ നഫ്സുഹു, തേടുകയല്ല, നെഹിയെ തെളിവും ചെയ്യുകയല്ല, നെഹി തന്നെയാണത്. എന്നാൽ ഇങ്ങനെ തൊലവ വാഹിദൻ, തൊലവ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ, തൊലവ് ഒന്നാണ്. തൊലവ് ബിൻ നിസ്ബത്തിലെ സുക്കൂനി, അടക്കം എന്നതിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ആ തൊലബ് അമ്രാണ്. ഇലത്തഹറുക്കെ, അനങ്ങുക എന്നതിലേക്ക് ആ അമ്രനെ വെച്ച് നോക്കുമ്പോൾ നെഹി, അത് നെഹിയാണല്ലോ. അപ്പൊ രണ്ടിൽ തേട്ടല്ലേ, അപ്പൊ ഒന്നാണ്. അപ്പൊ അമ്ര എന്നെ നെഹി, നെഹി എന്നെ അമ്ര എന്ന് പറയാൻ പറ്റും? അതില്ല, അമ്ര എന്നെ നെഹി. കമായക്കൂറു ഷൈഉൽ വാഹിദു, ഒരൊറ്റ വസ്തു തന്നെ ആകും പോലെ, ബിൻ നിസ്ബത്തി ഇല ഷൈ, മറ്റൊരു വസ്തുവിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ആ വസ്തുവിന് ഖുർബൻ, അടുപ്പമുണ്ട്. ഇല ആഖറ, അതേ വസ്തു മറ്റൊന്നിലേക്ക് ചേർത്തി നോക്കുമ്പോഴോ ബുഅദൻ, അത് അകലെയുമുണ്ട്. അപ്പൊ രണ്ടും ഒന്നല്ല ഈ വസ്തു. ഈ ഒരു വസ്തുവിനെ തന്നെ രണ്ടത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഇതിനാണ് ഖുർബ് ബുഅദ് എന്ന് പറയുന്ന രണ്ട് വസ്തു വരുന്നത്. എന്നതുപോലെ തന്നെയാണ് അമ്ര്, സുക്കൂലേക്ക് നോക്കുമ്പോൾ അമ്രും, അതിന്റെ ലിദ്ദാവുന്ന തഹറുക്കിലേക്ക് നോക്കുമ്പോൾ നെഹിയുമാണ്. അപ്പൊ രണ്ടും ഒന്നല്ലേ, തലബന്നല്ലേ നടത്താം. പിന്നെ ദലീലുൽ ഖൗലൈനി, ഇവിടെ രണ്ട് ഖൗലുണ്ട്, തളമീനാണ് നഫ്സാണെന്ന് പറഞ്ഞു. ഇങ്ങനെ രണ്ട് ഖൗല്. ഈ രണ്ട് ഖൗലിന്റെ ദലീൽ, ലക്ഷ്യം അന്നഹു ലമ്മാ ലം യതഹഖഖൽ മഅ്മൂർ ബിഹി, ഇവിടെ മഅ്മൂറും ബിഹി ആയിരിക്കുന്ന കാര്യം അത് ഏതാണ് എന്ന് തഹഖീഖാക്കാതെ, ഉറപ്പാകാതെ വന്നപ്പോൾ ബിദൂനിൽ കഫി അൽദിഹി, ഈ മഅ്മൂറും ബിഹി ആയിരിക്കുന്ന കാര്യത്തിന് നേരെ ലിദ്ദുണ്ട്. അതിന്റെ നേരെ ലിദ്ദിനെ കഫ് ചെയ്യൽ കൂടാതെ മഅ്മൂറും ബിഹി ആയിരിക്കുന്ന ഒരു കാര്യം എന്താവുകയില്ല, ഏതാണെന്ന് ഉറപ്പിക്കാൻ പറ്റാതെ വന്നപ്പോൾ കാന തൊലബുഹു തൊലബൻ ലിൽ കഫി, അപ്പോ ആ മഅ്മൂറും ബിഹി ആയിരിക്കുന്ന കാര്യത്തെ തേടുന്ന ആ അമ്രായി എന്തായി? തൊലബൽ കഫി, അതിനെ നേരെ ലിദ്ദിനെ കഫ് ചെയ്യുക എന്ന് തേടുന്നതായി. അല്ലെങ്കിൽ മുതളമ്മിനലി ത്വലബിഹി, അല്ലെങ്കിൽ പിന്നെ ആ കാര്യത്തെ, ആ ലിദ്ദിനെ എന്താവുക, ആ ലിദ്ദിന്റെ കഫിനെ തേടലിനെ ഉൾപ്പെടുത്തുന്നതായി. ഇങ്ങനെയാണ്. വലി കൗലിൻ നഫ്സി, നഫ്സി ആയതിന് വേണ്ടി, ഹുവ ആ നഫ്സി അത്വലബു,
അൽ മുസ്തഫാദു മിനൽ ലഫ്ളി, ലഫ്ളിയിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന ത്വലബാണല്ലോ ആ നഫ്സിയെ. അങ്ങനെ ആയതുകൊണ്ടാണല്ലോ സാഹൽ മുസന്നിഫിന് ജായിസായി നഖലത്തളമ്മുനി ഫീഹി. അപ്പോ ആ നഫ്സിയായ അമ്രിലുള്ള ഒരു തളമ്മുന്, ആ തളമ്മുനെ ഉദ്ധരിക്കൽ അതിൽ അവലേനി ആദ്യം പറഞ്ഞ രണ്ടാളെ തൊട്ട് എന്ന് പറഞ്ഞാൽ ഖാലി എന്ന് പറയുന്ന ആൾ അബ്ദുൽ ജബ്ബാർ അബുൽ ഹുസൈൻ. ഖാലി അല്ല, ആദ്യം പറഞ്ഞ രണ്ടാളെന്ന് പറഞ്ഞാൽ അവരല്ലേ. ഖാലിയാരെ തൊട്ടും വൈകാനാമിനൽ മുഅ്തസിലത്തി, അത് ശരി, അവർ രണ്ടുപേരും മുഅ്തസിലത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി, അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ വേറെ ഒരാളും കൂടി മുഅ്തസിലത്തിൽപ്പെട്ട ആള്, വേറൊരു മുഅ്തസിലത്തുണ്ടല്ലോ, അതാരാണ്? അപ്പൊ അവർ രണ്ടുപേരും മുഅ്തസിലത്തിൽപ്പെട്ട ആളായാലും എന്ന് പറഞ്ഞു ഇവിടെ. അപ്പൊ അവർ രണ്ടാളും മുഅ്തസിലത്ത് ആയിക്കോട്ടെ. വൈകാനാമിനൽ മുഅ്തസിലത്തി അൽ മുൻകിറൈനി ലികലാമിൻ നഫ്സി എന്നാണ്. നഫ്സിയായിരിക്കുന്ന കലാമിനെ ഇൻകാർ ചെയ്യുന്നവരായ മുൻകിരീന. അപ്പൊ അതാണ് മിനൽ മുഅ്തസിലത്തിൽ മുൻകിരീന കലാമിൻ നഫ്സിയെ, നഫ്സിയായിരിക്കുന്ന കലാമിനെ ഇൻകാർ ചെയ്യുന്ന മുഅ്തസിലത്ത്. ആ മുഅ്തസിലത്തിൽ പെട്ട ആളാണ് ഇവർ രണ്ടുപേരെങ്കിലും അവർ രണ്ടുപേരെ തൊട്ടും എന്ത് പറയാം, ആ അമ്രിൽ നെഹിയെ തെളിമീൻ ചെയ്യുന്നു എന്നതിനെ ഉദ്ധരിക്കൽ മുസന്നിഫ് ജായിസായത് ഇതുകൊണ്ടാണ്. നഫ്സിയായ കലാമിനെ മനസ്സിലാക്കിയെടുക്കുക ലഫ്ള് തന്നെ ആ നിലക്ക് നിർത്തിച്ചു. അതാണ് ആദ്യത്തെ രണ്ടാമെന്ന് പറഞ്ഞാല് അബ്ദുൽ ജബ്ബാറും അബുൽ ഹുസൈനും. അബ്ദുൽ ജബ്ബാറും അബുൽ ഹുസൈൻ എന്ന് പറയുന്ന രണ്ടാള്, ഇവർ രണ്ടുപേരാണ് മുഅ്തസിലത്തിന്റെ കക്ഷിക്കാർ. അങ്ങനെയാണെങ്കിലും അവരെ തൊട്ട് ഉദ്ധരിച്ചത് ഇതുകൊണ്ടാണ്. ഇനി ഇൻഷാ അല്ലാഹ് അമ്രിന്റെ പരിവാക്കി കൂടി പറയാനുണ്ട്, അത് പിന്നീട് പറയാം. അള്ളാഹു ഇത് ഖബൂൽ ചെയ്യട്ടെ, ഇതിലുള്ള അപാകതകളൊക്കെ അള്ളാഹു തആല പരിഹരിക്കും ചെയ്യട്ടെ. അപ്പൊ നഫ്സിയായ കലാമില് ഒരു മുഅയ്യനായ ഒരു വസ്തു കൊണ്ട് നഫ്സിയായ അമ്ര് വരുമ്പോ അമ്ര എന്തായിക്കോട്ടെ, അത് നെഹിയാണ്, ഇതിനെ തൊട്ട് അല്ലാത്തത് മീനാണെന്ന് പറഞ്ഞ തർക്കമുണ്ട്. ഇനി അതിന്റെ ബാക്കി തന്നെയാണ് ഇനിയും ചർച്ച ചെയ്യാനുള്ളത് ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم